അപ്പോൾ ഇത്രേ ഉള്ളു പ്രശ്നം. എടീ മോളെ, ശകലമെങ്കിലും വിവരവും വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ചെന്ന് നിന്റെ അമ്മയുടെ ഈ കാര്യം പറയുമോ? അവൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവ് വല്ലതും ഇരിക്കണ്ടോ? അതുകൊണ്ട് അവള് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞതാ. നീ എന്തോ ചോദിച്ച അമ്മയെടുത്ത്? ഞാൻ ഒരു കുപ്പി ചോദിച്ചതേ ഉള്ളൂ, അപ്പുറത്തേക്ക് എൻ്റെ അത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. എടി കൊച്ചെ, നീ ആ കുപ്പിയൊക്കെ കൊണ്ട് ഇവിടെ കണ്ടേക്കി ഇട്ടല്ലാന്ന് വിചാരിച്ചായിരിക്കും അവൾ അങ്ങനെ ഒരു കുപ്പിയോ? അത് അവൾക്ക് മനസ്സിലായില്ലല്ലോ, നിനക്ക് എന്തിനാന്ന് അവൾക്ക് മനസ്സിലാവണ്ടേ? ആ അല്ല, ഒരു കണക്കിന് നീ അത് പറയാത്ത നന്നായി. അല്ല, പറഞ്ഞ അവള് വേറെ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാലും ചിലപ്പോ മനസ്സിലാവൂല. അപ്പോ കുഞ്ഞിനപ്പോ ഡാഡി എന്താ ഉണ്ടാക്കി തരേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. എക്സിബിഷന് പറ്റിയ ഒരു സാധനം. എടാ, നീ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് അന്ന് ഉണ്ടാക്കി തന്നില്ല ഒരു സാധനം. റോബോട്ട്. അടിപൊളി സാധനം. അതൊക്കെ കൊച്ചു പിള്ളേരുണ്ടാക്കണ സാധനം. കൊച്ചു പിള്ളേരൊന്നുമില്ല, പണ്ടത്തെ സാധനങ്ങളാണ് ഇപ്പൊ വില പോവുള്ളൂ. നീ അവരുണ്ടാക്കി തരും, അടിപൊളിയാണ്. ഇത് സൂപ്പർ സാധനം ഞാൻ പറഞ്ഞത്. ഇത് മഴ മാവിനിയല്ലേ? അത് അത്ര വലിയ സംഭവമാണ്. മഴയുടെ അളവ് അളക്കണത് അതൊക്കെ വളരെ സിമ്പിൾ ആണ് മോളെ. ആരും എത്ര പൈസ ചെലവുള്ള കാര്യമാണത്. പൈസ ചെലവായ എന്താ ഉണ്ടാക്കൂലേ? അല്ല, ഡാഡി എത്ര രൂപ മോക്ക് വേണ്ടി ചെലവാക്കണുണ്ട്? പിന്നെന്താണ്? അല്ലെങ്കിൽ ഇവിടെ ക്ലാരാൻഡി ഇല്ലേടി? അതൊക്കെ പൈസ ചെലവാകും, അതൊക്കെ. പക്ഷെ ഡാഡി നോക്കണത് നമുക്ക് ചെലവ് കഴിഞ്ഞ രീതിയിൽ വലിയൊരു സാധനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നിനക്ക് ഈ മഴക്കാളും എന്തുവാ ഓ എന്തുവാ? ഞങ്ങള് വെറുതെ ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കുവായിരുന്നു. ഇങ്ങോട്ട് വന്നേ, നീ വിറകൊന്ന് വെട്ടിത്താ. കുറച്ച് തന്നെ വരാം. ഇവിടെ വേറൊരു കാര്യം സംസാരിക്കാം. ഞങ്ങളെ ഈ വിറവ് കീറാൻ ഒരു യന്ത്ര മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കണതിനെ കുറിച്ച് ചർച്ച ചെയ്തിരിക്കുക. നീ ചെയ്തു തുടങ്ങിയോ? ഞാൻ വന്നേക്കാം. ജന്മന ഉള്ളതാ. നമുക്ക് കാര്യം മനസ്സിലായിട്ടില്ല, അതാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്മക്ക് സർപ്രൈസ് ആയിട്ട് ഇപ്പൊ പറയണ്ട. ഞാൻ പറഞ്ഞുതരാം. മോക്ക് ഡാഡി വേറെ സാധനം ഉണ്ടാക്കി തരാം. ഈ നമ്മളെ ഇടിമിന്നൽ രക്ഷാ കവചം, ലൈറ്റ്നിങ് തണ്ടർ പ്രൊട്ടക്ടർ. അതൊക്കെ വലിയ ആൾക്കാരുണ്ടാക്കണല്ലേ, നമുക്ക് കൊച്ചു സാധനം മതി. എന്നാലും മോള് കൊണ്ടുപോകുമ്പോൾ ഒരു ഗമ വേണ്ടേ? ക്ലീറ്റസിന്റെ മോൾ ഒരു സാധനം സ്കൂളിൽ കൊണ്ട് ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ എങ്ങനെ നോക്കണം, അതിന്റെ ഒരു ഗമ വേണം. ഇല്ല, ഞാൻ വേറെ ഐഡിയ ചെയ്യാം. കുഞ്ഞിന് കൃത്രിമ മഴ പെയ്യിക്കണ ഒരു സെറ്റപ്പ് ഡാഡി റെഡിയാക്കി തരാം. അയ്യോ, മഴയും കൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകും. ഓ, അതൊന്നും വേണ്ട, അത് ഭയങ്കര പാടായിരിക്കും. അപ്പൊ അത് വേണ്ട. അപ്പൊ പിന്നെ എന്ത് ചെയ്യാന്? ഇത് തന്നെ മതി. മതിയാ? പക്ഷെ കുറച്ച് കാശ് ചെലവാകും. എടി, കാശൊന്നും ചെലവാവില്ലേ, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ അതൊക്കെ പറ്റും. യൂട്യൂബില് പുതിയ സാങ്കേതിക അതെ അതെ അതെ. ഈ യൂട്യൂബ് ഒക്കെ എന്നാ ഉണ്ടായത്? അതിന് മുമ്പേ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതാ കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഡാഡിയിൽ ആദ്യം ഒന്ന് വിശ്വസിക്കും. ഡാഡി ഉണ്ടാക്കി കഴിയട്ടെ, എന്നിട്ട് നീ പറ. അതെങ്ങനെ വിശ്വസിക്കും? ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തള്ള ഉടനെ വിളിച്ചു പറയും, ക്ലീറ്റോ വല്ല ആവശ്യമുണ്ടാ, നിങ്ങൾ പോണോ? ഈ ഒരു പിന്തിരിപ്പൻ സ്വഭാവം ഈ കൊച്ചിന് കിട്ടിയിട്ടുണ്ട്. വിശ്വസിക്കാം, എന്നാലും നടക്കുവോ? നടക്കൂല, ഓടും. അവള് പിന്നെയും പറയും, പറഞ്ഞു തന്നെ ഡാഡി ചെയ്തു തരും, ഡാഡി ചെയ്തു തരും കേട്ടോ. ആ, ഉറപ്പ് തന്നെ. അടി എനിക്ക് ഇത് ഉണ്ടാക്കി തരണം, മഴ മാവിനി, അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ ഡാഡിയെ സംബന്ധിച്ച് വെറും പുല്ല. പുതിയതെല്ലാം ഉണ്ടാക്കി തരണം, വളരെ സിമ്പിൾ. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കാനുള്ള പരിപാടികൾ. അതിന് വേണ്ട സാധനങ്ങള് ഒരുപാട് വാങ്ങേണ്ടി വരും. ചുമ്മാ വെച്ചേ അങ്ങനെ ഞാനെല്ലാം ഉണ്ടാക്കി തരണം. എന്ത് തലവേദന നോക്കിയേ. ഓക്കെ, അപ്പോ എന്റെ തക്കളി മോളുടെ മഴ മാവിനി ഉണ്ടാക്കാനുള്ള ദൗത്യം ഡാഡി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണ്. കടുകിടുന്ന കുപ്പീനെ ഇപ്പൊ എന്താ? കടുക് ഞാൻ വേറെ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എടുക്കത് അത് പഴയതല്ലേ? കടുക് ഞാൻ അവിടെ വേറെ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കളിക്കണ കളിയല്ലേട്ടാ, കടുക് നിലത്ത് പോയ കലഹം ഉണ്ടാവും. ഓ പിന്നെ പിന്നെ ഇല്ലെങ്കിൽ ഇവിടെ കലഹം നടക്കണല്ലോ. നിന്റെ നാക്ക് മര്യാദയ്ക്ക് വെച്ചാ ഇത് ഇതേ ഞങ്ങളൊരു പുതിയ കണ്ടുപിടുത്തമാണ്. അതായത് നമുക്ക് തീ ഇല്ലാതെ എങ്ങനെ ആഹാരം പാചകം ചെയ്യാമെന്നുള്ളതാണ് പുതിയൊരു കണ്ടുപിടുത്തം. നമ്മളിപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ തീ വേണമല്ലോ, ഗ്യാസ് ഭയങ്കര ചിലവാണല്ലോ. അപ്പോൾ ചിലവ് ചുരുക്കാൻ വേണ്ടി ഇതൊരു പുതിയ കണ്ടുപിടുത്തം. നമുക്കിതൊന്നും വേണ്ട, തീ ഒന്നും ഇല്ലാതെ തന്നെ. ഇതിപ്പോൾ പാത്രമാണ്, ഇത് അടുപ്പാണ്. ഇതിലിങ്ങനെ വെച്ചിട്ട് ഇത് നമുക്കിപ്പോൾ ആഹാരം വേവിച്ചെടുക്കാൻ പറ്റും. ഇതെന്ത് തീ എവിടെ? കല്ലല്ലേ? ആ,
പണ്ട് തീ എങ്ങനെയാണ് ആദ്യം കണ്ടുപിടിച്ചതറിയാമോ? ഈ ആദ്യ മനുഷ്യന്മാർ 2 കല്ലെടുത്ത് അരച്ചിട്ട് തീ ഉണ്ടായത് അറിയാമോ? അതൊക്കെ എനിക്ക് അറിയാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കല്ലുകൾ ഇതിനകത്ത് കിടക്കുമ്പോൾ ഇത് ക്രമേണ ഇത് ചൂടായി ഇതിൻ്റെ ചൂടിൽ ഇതിങ്ങനെ വേഗം ഭക്ഷണം വേവിച്ചെടുക്കാം. അതെ, ഉം. ചുമ്മാ സത്യം. ഓ ഇത് ഉരുകി പോവില്ലേ? നല്ല പാത്രം. അല്ല അത് നമ്മൾ ഇതിൻ്റെ ചെറിയ പരീക്ഷണമാണ്. ഇതിപ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ, ഇനി ഇതിൻ്റെ വലുത് നമ്മൾ ഉണ്ടാക്കും. ഇനി ഇതെന്തൊക്കെയാ? അതൊന്നും എടുക്കണ്ട എൻ്റെ മോളെ. ഇത് ചെയ്യാനുള്ള സാധനങ്ങളാ. കേട്ടോ, ആ കത്തിയുടെ മൂർച്ച ചായ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ചെന്നേ. എനിക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കുന്നതിന് എനിക്കൂടെ ആവാൻ ചായ. അല്ല നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇതുപോലെ ആയിരിക്കും വേവിക്കണം. അടുക്കളയിൽ അടുപ്പൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഗ്യാസ് ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതിയാ. പെട്ടെന്ന് വെക്കോ. ഇങ്ങനെ ഒരു മന്തു. അവളത് വിശ്വസിച്ചു. പാവട്ടെ, എല്ലാം വിശ്വസിച്ച്. അയ്യോ, വിശ്വസിച്ച്. അല്ല യഥാർത്ഥത്തിൽ കത്തില്ലല്ലോ, ചുമ്മാ അല്ലേ പറഞ്ഞ. ഓ, ചായപ്പൊടിയുടെ ടിന്ന് എടുത്തോ നിങ്ങള്? ചായപ്പൊടിയൊന്നും ഞങ്ങൾ എടുത്തില്ല. കോപ്പി ചെയ്ത് മാത്രം എടുത്തോ. അതെവിടെ എവിടെയെങ്കിലും കാണും. ഇനിയിപ്പോ ഒന്നും സാധനം ഒട്ടിക്ക് എങ്ങനെയാണ്? ഇങ്ങനെ ഒട്ടിക്ക, ഞാൻ ഒഴിച്ചോളാം. ഒട്ടിച്ചോ. പിന്നെ പെട്ടെന്ന് ചായയുടെ ഉള്ളതാ. പെട്ടെന്ന് ഒട്ടിച്ചോ. ചായ എടുക്കാതെ ചൂട്. ഇത് തീരുമ്പോ ചോദിക്കൂലേ ആര്? അമ്മ? അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോളാം.